ഗുഡ് മോർണിംഗ്. ഒരു ലഡു നടന്നു പോകുന്നത് കണ്ടോ? ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ, ഫെബ്രുവരി 23. കഴിഞ്ഞ വർഷം പിറന്നാളിൽ ഞാൻ ഹൈദരാബാദിലായിരുന്നു, ട്രിപ്പിൽ തന്നെയായിരുന്നു, ഫസ്റ്റ് എൻ്റെ സോളോ ട്രിപ്പ് ഇത്. അപ്പം അയോധ്യയിലാണ്. അപ്പം ഇവിടെ ഉള്ളവർക്ക് കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആജ് മേരാ ജന്മദിൻ ഹൈ. ലല്ലു, जय श्री राम जी। मेरा जन्मदिन है। वेरी गुड, बहुत बहुत मुबारक हो, बहुत बहुत मुबारक हो आपको, बहुत बहुत। जिस हाथ से खाते हैं उससे जो खाया जाते हैं, दोनों हमेशा ध्यान रखो, लेफ्ट हैंड से। ओके, नो प्रॉब्लम। वाह, थैंक यू। आपको बहुत बहुत बधाई, आशीर्वाद हमारा। थैंक यू। अनेक अनेक शुभकामनाएं। थैंक यू। कहाँ से बता रही हैं? केरला। केरला। आदि शंकराचार्य जी। हाँ। काल्टी ग्राम। या काल्टी ग्राम आपके यहाँ से कितनी दूर है? काल्टी। काल्टी काल्टी ग्राम। काल्टी नहीं पता। आदि शंकराचार्य जी का जन्म स्थान है कालडी। कालडी। हाँ, या आई नो कालडी। कालडी। या you speak कालडी। या I speak कालडी। कालडी। അങ്ങനെ അവരുടെ ഒരു വലിയ വിശ്വാസമൊക്കെ കിട്ടി. പിന്നെ ഇതൊക്കെ ഇവിടെ ഈ ക്ഷേത്രത്തിലുള്ള ആളുകൾ, ഇത് ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ് കേട്ടോ. അപ്പം അവർക്കൊക്കെയും കൊടുത്തു. അപ്പം അങ്ങനെ ഇന്നത്തെ ആ ഒരു ദിവസം ഒരു പരിചയവും ഇല്ലാത്തവർക്ക് മധുരമൊക്കെ കൊടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ, അതായത് ഇന്ന് ശരിക്കും ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് അയോധ്യയിൽ. അപ്പം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോയി, പക്ഷേ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടെ കയറി. എന്തായാലും നമ്മൾ സാധാരണ നമുക്കൊരു പതിവുണ്ടല്ലോ, നമ്മളുടെ പിറന്നാളിൻ്റെ അന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോവാന്നുള്ളത്. അപ്പം എന്തായാലും ഞാനൊരു അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിച്ചതും. അപ്പം അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു ക്ഷേത്രത്തിലും തൊഴുതു. ഇവിടുത്തെ ടൈലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ പരിചയമില്ലാത്തൊരു നാട്ടിൽ പരിചയമില്ലാത്തൊരു ദൈവത്തെ തൊഴുത് അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അയോധ്യയിൽ ഞാനിങ്ങനെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പല വീഡിയോകളും റീലുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രാജ് സദൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഒരു കൊട്ടാരം പോലത്തെ ഒരു ഫീലിലുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ആ ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫോട്ടോ കണ്ടത്. അപ്പം അത് അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്തെത്തി. ആ കാണുന്നതാണ് കേട്ടോ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഇതാണ് ആ സംഭവം. ഇതിൻ്റെ പേര് രാജ് സദൻ എന്നാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല, നമുക്ക് ഈ പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ രാത്രിയിലുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടത്, അത് നല്ല സുഖമായിരുന്നു. ഇതും പകലത്തെ വിഷ്വലും ഒട്ടും മോശമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തായാലും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയല്ലേ? എന്താണ് എൻ്റെ പൊന്നോ, ഇതെനിക്ക് തോന്നുന്നു കുറേ സിനിമകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം എന്നല്ലേ, ഇത്രയും ഭംഗിയുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. വളരെ പഴക്കം ചെന്ന ഒരു കൊട്ടാരം തന്നെയാണ്, സംശയമില്ല. കാര്യം ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അത്രയും പഴക്കമുണ്ട്. ഇവിടെ ഒരു സെക്യൂരിറ്റി അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഉണ്ട്. ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു കാർ അവിടെയുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ഇത് രാജ്മഹൽ അല്ലെങ്കിൽ രാജ് സദൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അതായത് ശരിയായ ഒരു രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിനുള്ളിൽ ഏകദേശം 500ഓളം മുറികളുണ്ട്. അത്രയും തന്നെ കുടുംബങ്ങൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു രാജാവിൻ്റെ ഒരു സ്വകാര്യ സ്വത്തായതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് പ്രവേശനമില്ല. സുദർശൻ മഹാരാജാവാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസൊക്കെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ആളുടെ ഡ്യൂട്ടി വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് മുന്നിൽ നിർത്തിയേക്കും തന്നെ അതിൻ്റെ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ആരെയും കടത്തി വിടാണ്ടിരിക്കാനാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
അവിടെ നിന്ന് ഒരു ഓട്ടോക്കാരനെ തപ്പിപ്പിടിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടാണ് ഇപ്പം ഈ ഓട്ടോയിൽ പോകുന്നത്. നേരെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അതായത് വേറൊന്നുമല്ല, അയോധ്യ ധാം പുതിയ റെയിൽവേ സ്റ്റേഷൻ. അവിടുന്നല്ല എനിക്ക് ട്രെയിൻ. എൻ്റെ ട്രെയിൻ എനിക്ക് 3 മണിക്കാണ്. ഞാൻ ഇവിടുന്ന് അതായത് അയോധ്യയിൽ നിന്ന് നേരിട്ട് ഡൽഹിയിലേക്കാണ് ഞാൻ ട്രെയിൻ എടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് പിന്നെ കേരളത്തിലേക്ക് ഫ്ലൈറ്റുമാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ നമ്മൾ പോകുന്നത് ഈ പുതിയ റെയിൽവേ സ്റ്റേഷൻ കാണാനാണ്. ഇതിനു മുമ്പ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നേരിട്ട് പോയിട്ട് കാണുമ്പം ഇത്രയും അടുത്ത്, അതായത് അവിടുന്ന് വളരെ ഒരു 1.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ റെയിൽവേ സ്റ്റേഷനും കൂടെ പുതിയതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. എൻ്റെ അമ്മോ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു എയർപോർട്ടിലേക്ക് പോകുന്ന അതേ ഫീൽ തന്നെ. ഗേറ്റ് നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നേരെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എന്ന് പറഞ്ഞ പോലെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ്. എന്താണ് അടിപൊളി അല്ലേ. ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫീലിങ്ങേ നമുക്ക് തോന്നുന്നില്ല. അതെ, അയോധ്യ ധാം ജംഗ്ഷൻ എന്ന് വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ട ഈ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന പോലത്തെ തന്നെ എന്താ പറയുക, ട്രെയിനിൻ്റെ ടൈമും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വാൾപേപ്പറുണ്ട്. പിന്നെന്താ ഇതിൻ്റെ മുകളിലേക്കും ഒക്കെ നിലകളുണ്ട്. നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. കണ്ട പ്ലാറ്റ്ഫോം 2ഉം 3ഉം മുകളിലാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷണം ഒക്കെ കിട്ടുന്ന, പ്രത്യേകിച്ച് ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചു, അങ്ങനെ കഴിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലും ആ സൗത്ത് ഇന്ത്യൻ ഫുഡ്, എൻ്റെ അമ്മോ സൗത്ത് ഇന്ത്യൻ കണ്ടിട്ട് തന്നെ കുറേ നാളായി കഴിച്ചിട്ടും. അപ്പം അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. അത്ര വലിയ തിരക്ക് എന്ന് പറയാനൊന്നുമില്ല, കാരണം വളരെ കുറച്ച് ആളുകളെ നമുക്ക് കാണുന്നുള്ളൂ ഇവിടെ. നമ്മളിപ്പം 2nd ഫ്ലോറിലേക്ക് പോയി നോക്കാം, അവിടെ എന്താ ഉള്ളത് നോക്കാം. എന്തായാലും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 2nd ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത്രയൊക്കെ ആവശ്യമുണ്ടോ അല്ലേ. പക്ഷേ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ആയതാവുമ്പം നമുക്കും സന്തോഷം. ഇങ്ങനെ കാണുന്നത് എല്ലാത്തിനുമുള്ള ഒരു സൗകര്യങ്ങളുണ്ടല്ലോ. ഇവിടെയും ഒരു എന്താണ് ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും വിശാലമായിട്ടുള്ള ഒരു ഭക്ഷണശാല. വലിയ തിരക്ക് ഈ പറഞ്ഞ പോലെ എവിടെയും കാണുന്നില്ല. തീരെ തിരക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി എങ്ങനെയാണ് ഇത് പുറത്ത് കിടക്കുക എന്നറിയില്ല കേട്ടോ. ഞാൻ അതും കൂടെ നോക്കുവാണേ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക്, അതായത് നമ്മൾ താഴേന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിയതുപോലെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പം വലിയൊരു വിശാലമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് അവിടെ ഇതിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരിട്ടിങ്ങനെ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇവിടെ ആ പ്ലാറ്റ്ഫോം എന്നുള്ളത് അന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പം കണ്ടുപിടിച്ചു പ്ലാറ്റ്ഫോം. ഇവിടെയും ആളൊന്നുമില്ല. എന്തായാലും പ്ലാറ്റ്ഫോം താഴെയാണ് കേട്ടോ. അപ്പം നമ്മളിനി താഴേക്ക് പോവാം. അപ്പം അങ്ങനെ അയോധ്യ ജംഗ്ഷൻ അല്ലെങ്കിൽ അയോധ്യ ധാം ജംഗ്ഷനും അങ്ങനെ കണ്ടു. ഇനിയിപ്പം നേരെ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോവാം. അപ്പം അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനും കണ്ടു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അയോധ്യ ധാം ജംഗ്ഷനിൽ നിന്ന് സ്റ്റേഷനിൽ, എനിക്ക് ഇവിടെ നല്ല ട്രെയിൻ, പക്ഷേ ആ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും ഇതിനോട് മുമ്പ് തന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു എയർപോർട്ടിൻ്റെ സ്റ്റൈലാണ് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെയാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.